Am I audible? Okay. Hi, good morning, everyone. Am I audible? Yes. ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നു. നമ്മൾ യാത്രയിലായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി ഹിയർ. എനിവേ, ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ക്ലാരിറ്റി കുറവുണ്ടല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ലെറ്റ് മീ ജസ്റ്റ് ഗിവ് മീ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ ഇന്ന് എത്ര മണിക്ക് എണീറ്റത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്, ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. എത്ര മണിക്കാണ് നിങ്ങൾ എണീറ്റിട്ടുള്ളത്? നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെന്റ് ജസ്റ്റ് കമന്റ് ഡൗൺ. 4:45 സിമി പറയുന്നു 4:45 ആൻഡ് സുജീറ പറയുന്നു 5. ഓക്കെ, 4:40. ശരി, വെരി ഗുഡ്. Fantastic. Tell me more about it. Yes, 4:50. And who else? വേറെ ആർക്കൊക്കെയാണെന്ന് നല്ല ടൈം ജസ്റ്റ് കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അച്ചീവ്മെന്റ് ജസ്റ്റ് കമന്റ് ആവും. ഓക്കെ, all right. So once again, now how do I look? കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത് എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലും എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുക. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഇന്ന്. എന്താണ് സിമി പറയുന്നു? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സിമി. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഇന്ന് 1 month ആയി സർ. താങ്ക് യു സോ മച്ച്. സിമി, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ഇതിൽ ജോയിൻ ചെയ്തിട്ട് എന്താണ് മാറ്റമുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഒന്ന് പറയാമോ? സിമിയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ജസ്റ്റ് ടെൽ മീ, ലെറ്റ് മീ നോ. എന്താണ് എക്സ്പീരിയൻസ്? ഒന്ന് പറയാമോ? സിമിയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾ വീഡിയോയിലുള്ളവർ എന്താ വെച്ചാൽ ജസ്റ്റ് വീഡിയോയിൽ വരുന്ന ആൾക്കാർ എന്താ വെച്ചാൽ വീഡിയോയിൽ പരമാവധി ആൾക്കാരൊന്ന് വരാൻ ശ്രമിക്കാം. ജോസഫ് സാർ വീഡിയോയിൽ ഉണ്ടായിരുന്നു. സീനത്ത്, ഫാത്തിമ, റീസ, നബു, നജീബ്, ലൈക്ക് ഓക്കെ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. നസ്രീൻ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഹായ് റിഷ, ലൈക്ക് ഹലോ, കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ സിമി. സാർ ഇന്ന് എനിക്ക് 1 month ആയി വന്നിട്ട്. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രോബ്ലംസ് നിറയെ ഉണ്ടായിരുന്നു. അത് ശരത് സാറിനോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ ക്ലാസ്സിലാണ് തോന്നുന്നു ഷാബി സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിങ്ങിന്റെ സൗകര്യം ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അന്ന് തന്നെ ശരത് സാറിനെ വിളിച്ചിട്ട് ഞാൻ ചെറിയൊരു കൗൺസിലിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് തന്നെ എനിക്ക് ചെറിയൊരു മെഡിറ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫോർഗിവ്നെസ്സിന്റെ. അത് ശരിക്കും എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും സാറോട് സംസാരിച്ചപ്പോഴാണ് സാർ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഫോർഗിവ്നെസ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ സാറ് തന്നെ ഗൈഡഡ് മെഡിറ്റേഷൻ ആയിട്ട് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ ഒരു 70% മാറിയെന്ന് ഞാൻ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ 1-2 തവണ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഓർത്തിട്ടേ ഇല്ല. ശരിക്കും എൻ്റെ ലൈഫിൽ നിറയെ മാറ്റങ്ങളുണ്ട്. ഈ 1 month എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ സംഭവിക്കാത്ത നിറയെ കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് നിറയെ ഒരുപാട് ഗോൾസ് ഉണ്ട്. അതെല്ലാം ശരിക്കും അതിൻ്റെ ആ ഒരു വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം സാർ. ശരിക്കും ഞാൻ ഒരു 2 ആഴ്ചക്കുള്ളിൽ സാറിനോട് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും. താങ്ക് യു സിമി. കൊല്ലമാണ്. എന്താ ചെയ്യുന്നത്? നിലവിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിലവില് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ജോബ് ഇല്ലാതെ ഞങ്ങൾ ഒരു 1.5 വർഷത്തോളം ഹസിന് ജോബ് നഷ്ടപ്പെട്ടിട്ടിരിക്കുവായിരുന്നു. എനിക്കും ഒരു ജോലി ഉണ്ടായിരുന്നു, പക്ഷെ കൊറോണ ടൈമിൽ എന്റെ ജോലിയും നഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോ അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 90% ഓക്കെ ആണ്.
ഓക്കെ ജോബിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. കാരണം താങ്ക് യു നമ്മുടെ സർ. യെസ് താങ്ക് യു. നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള ചാലഞ്ചസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. സോ ഇറ്റ് ഡസൻ മാറ്റർ, നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ഓൺ ഗോയിങ്. നമ്മൾ സെമിയുടെ ഈ ഒരു മെസ്സേജിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ആ ഒരു സ്ട്രക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ വർഷങ്ങളായിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും അതിനും ഹോപ്പ് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ മെസ്സേജാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് വി ഹാവ് ടു സബ്മിറ്റ്. നമ്മൾ സബ്മിറ്റ് ചെയ്യണം. വട്ട് എവർ ദാറ്റ്, നിങ്ങൾ ഏത് ഇതിലൂടെ കടന്നു പോയാലും, ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും, ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്ക് അപ്പുറത്ത് ഒരു പ്രതീക്ഷയുണ്ട്. ദർ ഈസ് എ ഹോപ്പ്. ആ ഹോപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം. ദർ ഈസ് എ ഹോപ്പ്. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. എല്ലാ ദിവസവും ക്ലാസ്സുകളിൽ വരുന്ന ചില ആൾക്കാർ, ജോസഫ് സാറുണ്ട്, നസ്രീൻ ഉണ്ട്, റഷീദ മാം ഉണ്ട്, അതേപോലെ തന്നെ ഷബ്ന, പലരും ഇവിടെയുണ്ട്, മൈമുനത്ത് മാം. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും പങ്കെടുക്കുന്നത്? വാട്ട് ഇസ് എ സീക്രട്ട് ആൻഡ് വാട്ട് ഇസ് എ റീസൺ? എല്ലാ ദിവസവും പങ്കെടുക്കുന്നതിന്റെ റീസൺ എന്താ? ആർക്ക് ഷെയർ ചെയ്യാൻ പറ്റും? നസ്രീൻ, വൈ യു ആർ അറ്റൻഡിങ് എവറി ഡേ? വാട്ട് ഇസ് എ റീസൺ? കാരണം ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഇതിലൊക്കെ വന്നിരിക്കുമ്പോ. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ മോഡിലൊക്കെ വന്നിരിക്കുമ്പോ കോൺസെൻട്രേഷൻ ഒക്കെ നല്ലോണം വരുന്നുണ്ട്. അതൊക്കെ മിസ്സായ ഒരാളായിരുന്നു ഞാൻ. പിന്നെ മെഡിറ്റേഷൻ ഒക്കെ വരുമ്പോ ഇന്നൊക്കെ ശരിക്കും അങ്ങനെ ഇരുന്ന് പോയാൽ മതി എന്നുള്ളൊരു ഫീല് വന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കൊടുക്കുമ്പോ അങ്ങനെ. പിന്നെ കുറെ മാറ്റങ്ങളുണ്ട്. പിന്നെ ടാപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിലിങ്ങനെ വന്നിരിക്കണം എന്നിങ്ങനെ തോന്നുകയാണ്. മീൻസ് എന്തെന്തായാലും ഇതിൽ വന്നിരിക്കണം, എന്താണെന്നും അറിയില്ല, പക്ഷെ ഇവിടെ വന്നിരുന്ന എന്തോ ഒരു സുഖമുണ്ട്. അങ്ങനെ ഒരു 7:30 വരെ നല്ല എന്തോ ഒരു എനർജി കിട്ടുന്നുണ്ട്. പിന്നെ ആ ദിവസം ഫുള്ള് നമ്മൾ അത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. Okay, very good. I'm really happy for that because that is the reason why we should continue, right? ഇപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ യാത്രയിലാണുള്ളത്. നൗ ഐ എം ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കും ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ഇത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ പല ചാലഞ്ചസും സംഗതികളൊക്കെ വരും. ഇപ്പോൾ കണ്ടില്ല, ഇന്ന് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി. ഇതെനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരത്തേക്ക്. ഇവിടുത്തെ പ്രോപ്പറായിട്ട് വൈഫൈ വർക്ക് ചെയ്യുന്നില്ല, ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂസ്, അങ്ങനെ ചാലഞ്ചസ് വന്നിട്ട് ലേറ്റ് ആയിപ്പോയി. ഒരു 2 minutes ലേറ്റ് ആയി. പക്ഷേ നൗ എവറിത്തിങ് ഇസ് ഫൈൻ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ചില സമയങ്ങളിൽ എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പോലും വൈ വി ആർ കണ്ടിന്യൂ ഡൂയിങ് ദിസ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ദർ ആർ പീപ്പിൾ ഹു ആർ വെയിറ്റിംഗ് ദർ. ദർ ആർ പീപ്പിൾ ഹു ആർ ലൈക്ക് രാവിലെ എണീറ്റിട്ട് ഇതൊന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിലൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സംഗതി റൈറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഷബ്ന, ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ്? എത്ര ദിവസമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു? ഷബ്ന, അറിയത് അന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഹലോ ഹലോ. മോർണിംഗ് ക്ലാസ്സുകൾ കേൾക്കലുണ്ടായിരുന്നു. കുറെ കാലമായിട്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കലുണ്ടായിരുന്നു. ഇതിൽ ചേർന്നതിന് ശേഷമാണ് അതിന്റെ ഒരു മാറ്റം മനസ്സിലായത്. ഒരുപാട് മാറ്റമുണ്ട്. പോസിറ്റീവ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കാര്യമായിട്ടുള്ള മാറ്റം. ഫാമിലിയിലും ജോലിയിലും എല്ലാത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഹസ്ബൻഡുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയായി. ഹസ്ബൻഡിന് ഇന്നലെ സാലറി കിട്ടിയെന്ന് പറഞ്ഞ് വലിയൊരു സന്തോഷമായി. പിന്നെ മൊത്തം നെഗറ്റീവായിരുന്നു, മനസ്സിൽ മൊത്തം നെഗറ്റീവായിരുന്നു. കുട്ടികളോട് നന്നായി സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നലൊക്കെ ഭയങ്കര സന്തോഷം. മോന് ബാംഗ്ലൂരാണ് ജോലി. ഓൻ ഇന്നലെ വന്നപ്പോ ഓനോട് നല്ലോണം സംസാരിക്കാൻ പറ്റി, മക്കളെ ഹഗ് ചെയ്യാൻ പറ്റി. പിന്നെ നെഗറ്റീവ് എന്തെങ്കിലും കാണുമ്പോ അതിൽ നിന്ന് ഞാൻ പുറത്തു പോകാൻ തോന്നുന്നു. നെഗറ്റീവ് ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്ന കേട്ടാ ആദ്യമൊക്കെ ഞാൻ ആരെയും നെഗറ്റീവ് പറഞ്ഞാൽ ആണോ എന്ന് ചോദിച്ചങ്ങാണ്ട് പിന്നെ ഇങ്ങനെ കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നല്ല ഏത് സമയം മനസ്സിനൊരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ടെൻഷനൊക്കെ പോയി. ഒരുപാട് ടെൻഷൻ ഉണ്ടായിനൊക്കെ മാറി. ക്ലാസ് ഇങ്ങനെ എപ്പോഴും അറ്റൻഡ് കഴിഞ്ഞ ബാച്ചിൽ അല്ലേ? ഓക്കെ, കഴിഞ്ഞ ബാച്ചിൽ വീഡിയോയിലൊന്നും വന്നിരുന്നില്ല എന്ന് തോന്നുന്നു, ബാച്ചിൽ കോഴ്സിൽ ഇരുന്ന സമയത്ത്.
ഉണ്ട്, കൊറേയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ജോലി ഉള്ളതുകൊണ്ട് ഫുൾ ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ആ സമയത്ത് അല്ലേ? എന്താ ജോലി ചെയ്യുന്ന നിലവിൽ? ജോലി ചെയ്യുന്നത് റെഡിമെയ്ഡ് ഷോപ്പാ. റെഡിമെയ്ഡ് ഷോപ്പാണ്. ഓക്കെ, റെഡിമെയ്ഡ് ഷോപ്പാണ്. അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സുകളിൽ അത്ര ലൈവായിട്ട് ആക്റ്റീവ് ആകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിന്റെ സമയത്ത്. ക്ലാസ് കഴിയുന്ന അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ എനിക്ക് ഭയങ്കര മറവിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ ആവി ഇടേ. ഞാൻ അന്ന് ക്ലാസ് പറഞ്ഞിട്ടുണ്ടേ സാറിനോട്. പിന്നെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലൊക്കെ ഭയങ്കര ക്ഷീണവും പ്രശ്നങ്ങളും. പക്ഷെ ഇപ്പം ഭയങ്കര എനർജിയാ. ഇന്ന് ഞാന് മോന് ഇന്ന് കൊച്ചിക്ക് പോയിട്ടുണ്ട്. മോന് ബാംഗ്ലൂരും കൊച്ചിയിലൊക്കെ ആയിട്ടാ ജോലി. അപ്പം ഓനിന്ന് 4:30 മണിക്ക് ഓനെ പറഞ്ഞേക്കാന്. ഞാൻ സാധാരണ ഓനെ അങ്ങനെ പോവുകയാണ്, ഞാൻ ഓനെ വിളിച്ചോണ്ട് ടീവി പോളെന്ന് പറഞ്ഞ് പറഞ്ഞേക്കല്. പക്ഷെ ഇന്ന് രാവിലെ എണീക്കാൻ ഞാൻ അലാറം വെച്ചിട്ടെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ ഞാൻ ഉണർന്ന് ഓന് ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മോനെ പറഞ്ഞേക്കാൻ പറ്റി. പക്ഷെ നേരത്തെ എണീറ്റിട്ട് എന്റേതായ എങ്ങനെ പറഞ്ഞോളൂ. ഓനെങ്ങനെ പറഞ്ഞേക്കും, അല്ലാതെ പറഞ്ഞ ഭയങ്കര ക്ഷീണായി. ഞാൻ ഈ പോയിക്കോ, ഞാൻ കിടക്കാന്ന് പറഞ്ഞ ഞാൻ കിടക്കും. പക്ഷെ എനിക്ക് ഇന്ന് നേരത്തെ എണീറ്റിട്ടൊന്നും ഒരു ക്ഷീണമൊന്നും തോന്നില്ല. പിന്നെ ജോലി സ്ഥലത്ത് തന്നെ ഒരുപാട് പിന്നെ സെയിലൊക്കെ കൂടിയുണ്ട്. ഞാൻ ജസ്ന മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 12 വർഷമായി ജോലി ചെയ്യുന്നത്. അപ്പോ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ബണ്ടില് മാക്സി ഇറക്കി ഷോപ്പില്, ഒരു വെറൈറ്റി മാക്സി. 4 ദിവസം കൊണ്ട് ഫുള്ള് തീർന്ന്. ഭയങ്കര സന്തോഷായി. ആദ്യമായിട്ടാണ് ഇതൊരു അനുഭവം. പിന്നെ കസ്റ്റമർ വരുമ്പോ ഒക്കെ നല്ലോണം സംസാരിക്കാൻ പറ്റുന്നു. ആദ്യം അത്ര സംസാരമൊന്നും ഇല്ലായിരുന്നു, സൈലന്റ് ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ആക്റ്റീവായി. അതായത് ഉള്ളിലുള്ള കഴിവുകൾ വരികയാണ്. ഉള്ളിലുള്ള നമ്മളുടെ ട്രോമാസ് കാരണം, നമ്മളുടെ പ്രോബ്ലംസ് കാരണം നമ്മളുടെ കഴിവുകളും നമ്മളുടെ പൊട്ടൻഷ്യലും എല്ലാം എന്ത് ചെയ്യും, അത് സ്റ്റക്കായി കിടക്കും. നമ്മളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പെയിനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഡയമണ്ട് പോലെയാണ്. ആ ഡയമണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ഈ ഡയമണ്ടിന്റെ മുകളിൽ ചെളി മൊത്തം പറ്റിപ്പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് വരില്ല കഴിവുകൾ. ഇത് നമ്മളങ്ങ് കഴുകി കളയുന്നതോടുകൂടി, ട്രോമ ഹീലിംഗ് നമ്മൾ ചെയ്യുന്നതോടുകൂടി, കംപ്ലീറ്റ് അങ്ങ് പോകുന്നതോടുകൂടി നമ്മളെന്ന് പറയുന്ന ആൾ പുറത്തേക്ക് വരും. സോ ആ ഒരു കഴിവ് പുറത്തേക്ക് വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് കാണുന്നത്. അതാണ് ഷബ്നയ്ക്കും സംഭവിച്ചത്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ടാപ്പിംഗ് ഒക്കെ എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ? ടാപ്പിംഗ് ചെയ്യാറുണ്ട്, പക്ഷെ ടാപ്പിംഗ് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡന്റ് കിട്ടുന്നില്ല. അത് റെഡി ആയിക്കോളും. ഞാൻ സാറിന്റെ റെക്കോർഡ് കേട്ടിട്ടാണ് ടാപ്പിംഗ് ചെയ്യല്. ജസ്നമ്മയുടെ നല്ല സപ്പോർട്ടാണ്. എല്ലാ കാര്യവും ചോദിച്ചറിഞ്ഞതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരലുണ്ട്. പിന്നെ മോള് ചേർന്നുണ്ട് ക്ലാസ്സില്. മോള് +1 പഠിക്കുന്നത്. കുട്ടികളതുണ്ടല്ലോ ഇനി 2026-ന്. മോളെ ചേർത്തിണ്ട്. പിന്നെ ഹസ്ബൻഡ് 5 ദിവസത്തെ ക്ലാസ്സിന് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞ്. വലിയ സന്തോഷായി. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് വരുന്നു അല്ലേ? അതെ, ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞപ്പോ ഇതുവരെയുള്ള ജോലി വലിയ സാലറിന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞു വേറൊരു കടയിലേക്ക് മാറുകയാണ്. ഇന്നലെ സാലറി കിട്ടിയെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷായി. പിന്നെ എന്നോട് പറഞ്ഞു ക്ലാസ് കേട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. മറ്റേ ആദ്യം മൂപ്പരൊന്നും താല്പര്യമില്ലായിരുന്നു. അതൊന്നും കേട്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് അറിയും. അല്ല, അത് അങ്ങനെയാണ്. നമ്മളെന്താ വെച്ചാൽ അധികം ആൾക്കാരുടെയും ചലഞ്ചസ് അങ്ങനെയാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഒന്നിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നിനോടും എന്താ വെച്ചാൽ എല്ലാത്തിനോടും ഒരു എന്താ പറയുക വിമുഖത അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ എനർജി ഷിഫ്റ്റ് ആയിട്ട് വരും. എന്തായാലും ഐ എം റിയലി ഹാപ്പി ഫോർ യു ഷബ്ന മാം. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സാർ. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്രയും സന്തോഷമുണ്ട്. ഞാന് ഫസ്റ്റില് മെന്റർ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്കിത് ചേർന്നിട്ട് മാറ്റം ഉണ്ടാവും നിങ്ങൾ ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ ചേരും, കാരണം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മാഡം ഒന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലേ, ക്യാഷ് തിരിച്ചു തരൂ. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. അപ്പോൾ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി, മിറക്കിൾ സ്റ്റോറി ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പം റെഡിയാണോ? ഇന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുള്ള PP ഹാബിറ്റ്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ 2ാം പാർട്ടിലേക്ക് കിടക്കാം. എന്താണ് PP ഹാബിറ്റ്സ്? വാട്ട് ഈസ് PP ഹാബിറ്റ്സ്? PP എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? പീക്ക് പെർഫോമൻസ് എന്നുള്ളതാണ്. എന്താണ് പീക്ക് പെർഫോമൻസ്? പീക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബെസ്റ്റ് പുറത്തെടുക്കുക. നമ്മളുടെ ഇന്ന് പറഞ്ഞ പോലെ നമ്മളെന്ന് പറയുന്ന ഒരു ഡയമണ്ട് ആണ്. ആ ഡയമണ്ടിന്റെ സ്കില്ലുകൾ,
പൊട്ടൻഷ്യൽ, യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നൊരു സംഗതി. ആ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ എന്താണ്? നമ്മളുടെ കഴിവുകളാണ്, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ടാലൻ്റാണ്. നമ്മളെന്ന് പറയുന്ന ഉള്ളിലുള്ള പുലിയുണ്ട്, ആ പുലിയെ പുറത്ത് കൊണ്ടുവരണം, ആ സിംഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവരണം. വി ഹാവ് ടു ബ്രിങ് ഔട്ട് ദ ഹീറോ അല്ലെങ്കിൽ ദ ഹീറോയിൻ. ആ ഒരു എന്താ പറയുക, നമ്മളുടെ ഉള്ളിലുള്ള ആ ഹീറോയിനെ എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അപാരമായ പൊട്ടൻഷ്യലുണ്ട്, അപാരമായ പൊട്ടൻഷ്യലുണ്ട്, നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് നമ്മളൊന്ന് ശരിക്കും ഒന്ന് ഒരുങ്ങി ഇറങ്ങിയാൽ, ശരിക്കും ഒന്ന് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് എന്ത് ചെയ്യണം? പോളിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപാരമായിട്ടുള്ള കഴിവുള്ള ഒരാളാണ്. ആ കഴിവുള്ള ആളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഒരൊറ്റ വഴിയേ ഉള്ളൂ. കണ്ടിന്യൂസ് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. ഷാർപ്പൻ യുവർ ആക്സ്. നിങ്ങളുടെ മഴു എന്ത് ചെയ്യണം? മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ മഴ ഏതാ? 2 മഴുവാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന് നിങ്ങളുടെ ശരീരം, മറ്റൊന്ന് നിങ്ങളുടെ മനസ്സ്. മനസ്സിനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിനെ മൂർച്ച കൂട്ടുന്നത് എങ്ങനെയാണ്? റൈറ്റ് എഡ്യൂക്കേഷനിലൂടെയാണ്, തെറാപ്പിയിലൂടെയാണ്, ട്രോമ ഹീലിംഗിലൂടെയാണ്. മൂർച്ച നഷ്ടപ്പെട്ടിട്ടുള്ള കത്തിയുടെ അവസ്ഥ അല്ലേ? മൂർച്ച നഷ്ടപ്പെട്ടിട്ടുള്ള കത്തിയുടെ അവസ്ഥ എന്താണ്? മുറിയില്ല. ആ കത്തിയിൽ പക്ഷേ ആ കത്തി നമ്മളങ്ങ് ഒഴിവാക്കാൻ പാടുണ്ടോ? ഒഴിവാക്കുകയല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൂർച്ച കൂട്ടിയാൽ പോരെ. നമ്മുടെ അവസ്ഥതല്ലേ? നമ്മളെ ഒഴിവാക്കാൻ പാടുണ്ടോ? നമ്മളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, അത് ഇത്രേ നടക്കുള്ളൂ, അത് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഷബ്ന മാമിൻ്റെ ഹസ്ബൻഡിനെ. ഞാൻ റിയലി അപ്രീഷിയേറ്റിംഗ് ബിക്കോസ് ആളിതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു, മൂർച്ച കൂട്ടാൻ ശ്രമിച്ചു. മൂർച്ച കൂട്ടിയപ്പോൾ കാര്യങ്ങൾ റെഡിയായി. ഷബ്ന അവരൊന്ന് മൂർച്ച കൂട്ടി, നസ്രി മൂർച്ച കൂട്ടി, എല്ലാം കണക്ഷൻ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൂർച്ച കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? നൗ ദേ ഗോട്ട് ബാക്ക്. നമ്മൾ മൂർച്ച കൂട്ടണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഓരോ ദിവസം രാവിലെ ഇവിടെ വന്നിട്ട് എന്താ വെച്ചാൽ മൂർച്ച കൂട്ടുന്നതിലൂടെ, ഈ മൂർച്ച കൂട്ടൽ എങ്ങനെയാണ്? മൈൻഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. മെഡിറ്റേഷൻ മൂർച്ച കൂട്ടലാണ്. ശരിയാണോ? മെഡിറ്റേഷൻ ചെയ്യലും മൂർച്ച കൂട്ടലാണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ നൽകുന്നത്. അടുത്തത് എന്താണ്? മെഡിറ്റേഷൻ നൽകുന്നുണ്ട്. പിന്നെ എന്താ നമ്മൾ നൽകുന്നത്? മൂർച്ച കൂട്ടുന്നത്. പിന്നെ മൂർച്ച കൂട്ടുന്ന പരിപാടിയാണ് നമ്മളുടെ അടുത്തത്. എന്താ? നമ്മൾ മോർണിംഗ് ക്ലാസ്, ഈ ക്ലാസ് കേൾക്കുന്നത് മൂർച്ച കൂട്ടലാണ്. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് ട്രോമ ഹീലിംഗ്. ശരിക്കുമുള്ള ആഴത്തിൽ പോയിട്ടുള്ള മൂർച്ച കൂട്ടലാണ്. മൂർച്ച കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പുറത്തേക്ക് വരും നമ്മുടെ കഴിവുകൾ. ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തേക്ക് ചാടും ട്രോമ ഹീലിംഗ് ചെയ്യുന്നതിലൂടെ, തെറാപ്പിയിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നതിലൂടെ. അത് പഠിക്കണം. അതേപോലെ തന്നെ അഫർമേഷൻസ് എഴുതുന്നതിലൂടെ, മിറർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഹീലിംഗ് ചെയ്യുന്നതിലൂടെ, ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. വാട്ട് യു ആർ ഡൂയിങ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലുള്ള കളകളെ റിമൂവ് ചെയ്യണം. നിങ്ങളുടെ കഴിവ് പുറത്തേക്ക് വരും. പീക്ക് പെർഫോമൻസ് പുറത്തേക്ക് വരും. അടുത്തത് എന്താണ്? നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ മൂർച്ച കൂട്ടുന്നത്. എനർജി ഇല്ലെങ്കിൽ നടക്കില്ല. ടാപ്പിങ്ങിലൂടെ എനർജി നമുക്ക് കൂട്ടാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം എക്സസൈസ് ചെയ്യണം. ശരീരം ഇളകണം, വിയർക്കണം. ശരീരം ഇളകണം, നന്നായിട്ട് ഇളകണം, വിയർക്കണം. അതിനു വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കഴിയുന്ന രൂപത്തിൽ, ഞാൻ സ്ത്രീയാണ്, ഞാൻ വീട്ടമ്മയാണ്, എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, എനിക്ക് നടക്കാൻ പോകാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതൊക്കെ എക്സ്ക്യൂസസ് ആണ്. ഗെറ്റ് ഔട്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നവർ മോർണിംഗിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നവർ നടക്കുക. ഇപ്പം നാട്ടുപുറത്തൊക്കെ ഒരു ടീം വന്നിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതറിഞ്ഞോ നിങ്ങൾ? പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം 200 ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എനിക്കറിയില്ല. അല്ലേ? ആ, മെക്സ് 7 ഞാൻ പോവലുണ്ട്. 6 മണി തൊട്ട് 6:30 വരെയാ. മെഡിറ്റേഷൻ കിട്ടൂല അതിന് പോയാൽ. ഒരു ദിവസം മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യും, 2ാമത്തെ ദിവസം ക്ലാസ്സിന് മെക്സ് 7 പോവും. അങ്ങനെ ചെയ്യല ഞാൻ. ഓക്കെ, വെരി ഗുഡ്.
അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ചാൻസ് ആണ്, നാട്ടിൽ ആകെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ഈ അവസരത്തിൽ കയറി ഇറങ്ങിക്കോളും, ഇറങ്ങി ഓടിക്കോളും. കാരണം സ്ത്രീകൾ ഒരുപാട് പേര് സ്ത്രീകളൊക്കെ ഇറങ്ങും ഒരുമിച്ച് അപ്പൊ ആ ഒരു കൂട്ടത്തിൽ കൂടെ അങ്ങനെ ഇറങ്ങാൻ പറ്റിയ സമയമുണ്ട്. ഗെറ്റ് ഔട്ട്. ഒരു പ്രാവശ്യം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർക്ക് ഓക്കെ ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങ് ഇറങ്ങാം, പിന്നെ ജിമ്മിലേക്ക് അങ്ങ് പോവുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് റെഡി ആവുക. അല്ലെങ്കിൽ വീട്ടിൽ എന്ത് ചെയ്യുക, ഒരു ജിംനേഷ്യം സെറ്റപ്പ് ഉണ്ടാക്കുക. ഇതൊക്കെ സ്വപ്നം കാണുക. എന്നിട്ട് എന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട്, നോ എക്സ്ക്യൂസ്. ശരീരം ഇളകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വിയർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ ലെവൽ കൂടും. ശരീരം ഇളകി കഴിഞ്ഞാൽ കോർട്ടിസോൾ ഡൗൺ ആകും. നിങ്ങളുടെ ശരീരം നല്ല എനർജി ആയിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള ഡോപ്പമൈനും ഈ പറഞ്ഞിരുന്ന എൻഡോർഫിനും ഓക്സിറ്റോസിനും അതേപോലെ തന്നെ സെറട്ടോണിനും ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആണ്. ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണമാവും. നല്ല എക്സസൈസ് ചെയ്യുക, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, 8 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങുക. ഹോർമോണിന്റെ ഒന്നുകൂടെ പറയോ സർ? ഹോർമോൺസിന്റെ പേര്. ധാരാളം. ഞാൻ പ്രജിതയാണ്, കോഴിക്കോടാണ്. ഇന്നലെ വൈഫൈ കട്ടായി പോയി സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ. ഹോർമോൺ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ, എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് എൻഡോർഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ, ഹാപ്പിനെസ് ഹോർമോൺ. അതേപോലെ തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്തൊരു വെയിറ്റ് കുറക്കണം, നമ്മുടെ ശരീരം ഷേപ്പ് ആക്കണം, നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഹെൽത്തി ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്ത ശരീരമാക്കി മാറ്റണം, ശരീരത്തിന്റെ സ്ട്രെങ്ത് കൂട്ടണം, ശരീരത്തിന്റെ ഒരു എന്താ പറയുക എൻഡുറൻസ് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡോപ്പമൈൻ ഹിറ്റ് ഉണ്ടാവും. ഓക്കെ. അതേപോലെ തന്നെ സെറട്ടോണിൻ, അതേപോലെ തന്നെ ഓക്സിറ്റോസിൻ, ഈ ഹോർമോൺസ് എല്ലാം ഹാപ്പി ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. സ്വാഭാവികമായിട്ടും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെറട്ടോണിനും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എൻഡോർഫിനും ഓക്സിറ്റോസിനും ഒക്കെ ശരിക്കും നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പാടും. സോ അത് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നോ ഡൗട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് എന്ത് ചെയ്യും, വരാൻ തുടങ്ങും. സോ ലെറ്റ് ദാറ്റ് ഹാപ്പൻ. അത് നിങ്ങളെ മൂർച്ച കൂട്ടുക, നിങ്ങളുടെ സ്കില്ല് നന്നായിട്ട് ഷാർപ്പൻ ചെയ്യുക, ബ്രെയിൻ ലെവലിൽ സ്കില്ല് ഷാർപ്പൻ ചെയ്യുക. പുതിയൊരു സ്കില്ല് എടുത്തിട്ട് അതിലെന്താ വെച്ചാൽ അറിവ് പഠിക്കുക, പുതിയ ചാലഞ്ചുകൾ ഏറ്റെടുക്കുക, മൈൻഡിനെ ഷാർപ്പൻ ചെയ്തെടുക്കാനുള്ള ഏറ്റവും നല്ല സ്കില്ലാണ്. അതേപോലെ നിങ്ങളുടെ സ്കില്ലാണ് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ എക്സസൈസ്. അപ്പോൾ നമുക്കൊരു പ്ലാൻ എഴുതാം. ഓക്കെ. അല്ല, ഫിസിക്കൽ എക്സസൈസ് അധികം ആൾക്കാർ ചെയ്യാത്ത, ക്ലാസ്സിൽ വന്നിരിക്കാൻ നല്ല സുഖം, അപ്പോൾ അങ്ങനെ വന്നിരുന്നാൽ മതിയല്ലോ അല്ലേ? നസ്രീം പറഞ്ഞ മാതിരി എന്തായാലും ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ അതിനൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്തൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ടാസ്ക് നമുക്ക് തരാം. ന്യൂ ഇയറോട് കൂടിയിട്ട് നമുക്കൊന്ന് എക്സസൈസ് ചെയ്യാം. എത്ര പേര് റെഡിയാണ്? ഹൂ ഈസ് റെഡി? ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരെ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ചെയ്യാം. ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു 10 മിനിറ്റ് ആക്കാം, പിന്നെ ഒരു 15 മിനിറ്റ് ആക്കാം, പിന്നെ നമുക്കതൊരു 20 മിനിറ്റ് ആക്കാം. 20 മിനിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ ശരീരം നന്നായിട്ട് അങ്ങ് ഉയർത്താം. 20 മിനിറ്റ് സമയം കിട്ടൂലേ നമുക്ക് രാവിലെ ചെയ്യാനും? 5 മണിക്ക് എണീറ്റിട്ട് നമുക്കൊന്ന് ചെയ്യാം. ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരൊക്കെ റെഡിയാണ്? ഇതുവരെ ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ എന്ത് വെച്ചാൽ പ്രചോദനം നൽകാം. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹൂസ് റെഡി? സ്റ്റാർട്ട്. റെഡി? കമന്റ് ഔട്ട്. 5 മണിക്ക് നമ്മൾ ഇനി ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പം എല്ലാ ന്യൂ ഇയറിനും പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഈ വർഷം ഇതെന്റെ വർഷമാണ്, പുതുവർഷം എന്ന് പറഞ്ഞിട്ട് തീരുമാനം എടുക്കും. ഡിസംബർ 31 നല്ല കടുത്ത തീരുമാനമൊക്കെ എടുത്തിട്ട് ഞാൻ 5 മണിക്ക് എണീക്കും, ഞാൻ ഷട്ടിൽ കളിക്കാൻ പോകും, ഞാൻ ജിമ്മിൽ പോകും, ഞാൻ വർക്കൗട്ട് ചെയ്യും, ഞാൻ നടക്കാൻ പോകും, ഞാൻ ഓടാൻ പോകും, ഞാൻ അത് ചെയ്യാൻ പോകും, ഇത് ചെയ്യാൻ പോകും എന്നൊക്കെ തീരുമാനം എടുക്കും. പിന്നെ ഒരു ഡേറ്റ് ഉണ്ട്, ജനുവരി 15 എന്ന് പറഞ്ഞ ഡേറ്റ്. ആ ഡേറ്റിന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. എന്താണ്? ഡിസംബർ 31-നേക്കാട്ടിലും കഷ്ടമാണ്. ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. ആ അവസ്ഥയാവരുത്. നമ്മൾ എന്ത് ചെയ്യണം? നല്ല സ്ട്രോങ് ആയിരിക്കണം. ഷാഹിദ മാം ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഒന്ന് ഞങ്ങളൊന്ന് ഇൻസ്പയർ ചെയ്തിട്ട് പോകണം. ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടാണോ ചെയ്യുന്നത്? രാവിലെ എത്ര മണിക്ക് നടക്കാൻ ഇറങ്ങും? ഞാനൊരു 6 മണി 5:45 ഇറങ്ങും. 5:45 ഇറങ്ങും. എത്ര മണി വരെ നടക്കും? 6:45 ആവും നടക്കും. ഇങ്ങനെ 1 മണിക്കൂർ ഉണ്ടാവും. ഓക്കെ. 1 അവർ നടക്കും. ഒറ്റയ്ക്കാണോ നടക്കുന്നത്? അല്ല, ഹസ്ബൻഡ് ഉണ്ട്. വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത് അല്ലേ? ഭയങ്കര എനർജിയാണ്. അപ്പൊ രണ്ടാളും കൂടി ആവുമ്പോഴേ. അതെ. വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി. നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ എത്ര കാലമായിട്ട് നടക്കുന്നുണ്ട്? ഞാൻ 2-3 മാസമായി ഇപ്പൊ അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. മറ്റേ വീട്ടിൽ നിന്ന് തന്നെയാണ് നടന്നത്. അന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ 2-3 മാസമായിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിൽ നടക്കുന്നത്.
ഓക്കെ. എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നിങ്ങൾക്ക് നടന്നിട്ടുള്ള ഒരു മാറ്റങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു. ഞാനതിന് മുമ്പേ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കലുണ്ടായിരുന്നു. അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് തന്നെ അതിന് നടക്കലും പിന്നെ എക്സസൈസും ഒക്കെ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പൊ 3 മാസമായി. നല്ല എനർജിയാണ് രാവിലെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക എന്ന് പറഞ്ഞാല്. വീട്ടിൽ നിന്ന് നടക്കുന്നേക്കാളും നല്ലൊരു എനർജിയാണ്. രാവിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുക. അതുകൊണ്ട് നല്ല എനർജി. നല്ല എനർജിയാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നു. ആ ഒരു സംഗതി ഉണ്ട്. ഒരുപാട് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സസൈസ് ചെയ്യാൻ പഠിച്ചതാണോ? നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണോ? നിങ്ങൾ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത്? യോഗ ക്ലാസ്സിന് ചേർന്നിരുന്നു. യോഗ ക്ലാസ്സിൽ ചേർന്നിരുന്നു. ഓൺലൈൻ ആണോ? ഓൺലൈനായിട്ട്. ഓൺലൈൻ യോഗ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് 1 മാസമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ സ്വയം ചെയ്യാറാണ്. ഓക്കെ. പിന്നെ നമ്മൾ സ്വയം ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സ്വയം യോഗ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഞാനൊരു ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ലിങ്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എടുത്തിട്ട് ഞാൻ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് താങ്ക് യു ഷാഹിദ മാം, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്തതിന് താങ്ക് യു. ഐ എം റിയലി ഹാപ്പി. ആൻഡ് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ എങ്ങനെ ഇവിടുന്ന് കോഴിക്കോട് വെച്ചിട്ട് കണ്ടല്ലോ. അതെ കുറച്ച് മുമ്പ് കോഴിക്കോട് വെച്ചിട്ട്. അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഐ എം റിയലി ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ഒരു ഇങ്ങനെ ഓരോരുത്തർക്കും ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു കാരണവശാലും ഞാനിതാണ്, വാട്ട് ഈസ് യുവർ എക്സ്ക്യൂസ്, വൈ യു ആർ നോട്ട് ഡൂയിങ് എക്സസൈസ്? ഒന്ന് കമന്റ് ചെയ്തു. നിങ്ങൾ എന്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യാത്തത്? കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ എക്സസൈസ് ചെയ്യാത്തവര്. ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്തുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല? ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇത്രയും കാലം എന്തുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്തില്ല? ഓക്കെ. ഒരാൾ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു, മടി. സത്യം പറഞ്ഞു. വേറെ മടി. മടി. ടൈമില്ല. ജെബിൻ പറയുന്നു ടൈമില്ല. ഓക്കെ, ടൈമില്ല എന്ന് പറയുന്നു. ടൈം നീക്കി വെക്കുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് ജിം പോകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ചെയ്യാത്തവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്യാത്തവരെന്ന് പറയും. ഓക്കെ. മടിയാണ്, ഇടയ്ക്ക് ചെയ്യാറുണ്ട്. മടി. ഓക്കെ, ഉള്ളത് സത്യസന്ധമായിട്ടാണ് പലരും പറയുന്നത്. മടിയാണ്. ആക്ച്വലി മടിയുടെ കാരണം എന്താ? മനസ്സിനൊരു സ്ഥിരതയുമില്ല. സുബൈദ മാം പറയുന്നു മടിയാണ്, മനസ്സിനൊരു സ്ഥിരതയുമില്ല. ഇന്ന് മുതൽ തുടങ്ങണം. ഓക്കെ, വെരി ഗുഡ്. ഇന്ന് മുതൽ തുടങ്ങണം. ഓക്കെ, ടൈം കിട്ടുമ്പോൾ ചെയ്യും. ഓക്കെ, ടൈം കിട്ടുമ്പോൾ ചെയ്യും. ഓക്കെ, അതായത് സജീർ പറഞ്ഞു ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. മടിയാണ്, ഇന്ന് മുതൽ തുടങ്ങണം. ഓക്കെ, പെയിൻ വരും കാലിനൊക്കെ, അതുകൊണ്ട് ചെയ്യുന്നില്ല ജാസ്മിൻ. ഓക്കെ, വെരി ഗുഡ്. കാലിനൊക്കെ ആകെ പെയിൻ വന്ന് ആകെ കിടപ്പിലായി ബുദ്ധിമുട്ടായി പോകും. മോർണിംഗ് ഞങ്ങളുടെ ബിസിനസിന്റെ മീറ്റിംഗ് ഉണ്ടാകും. ഓക്കെ, മോർണിംഗ് ഞങ്ങളുടെ ബിസിനസിന്റെ മീറ്റിംഗ് ഉണ്ടാകും. മീറ്റിംഗ് 5 AM. അത് കഴിഞ്ഞ് സാറിന്റെ ക്ലാസ്സും കഴിഞ്ഞിട്ട് ജിമ്മിനെ പോകും. ഓക്കെ, കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ മടിയാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ റീസൺ നിങ്ങൾക്കറിയോ? നമ്മളുടെ മൈൻഡിൽ ഓൾറെഡി എനിക്ക് മടിയാണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ മടി കണ്ടെത്തുന്ന എന്തെങ്കിലും സംഗതികളുണ്ട്. രാവിലെ എണീക്കാൻ മടി, എനിക്ക് നടക്കുന്നില്ല, എനിക്ക് പറ്റില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ ബിലോ ആവറേജ് ആൾക്കാരുടെ തിങ്കിങ് ആണ്. എന്താണ്? ബിലോ ആവറേജ് ആൾക്കാരുടെ തിങ്കിങ് ആണ്. ബിലോ ആവറേജ് ലൈഫ് നയിക്കുന്ന, ബിലോ ആവറേജ് പെർഫോമൻസ് നയിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആണ്, തിങ്കിങ് പാറ്റേൺ ആണ് ഇത്. എനിക്ക് അതിന് സമയമില്ല, എനിക്ക് ഇതിന് സമയമില്ല, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് അതാണ്, എനിക്ക് ഇതാണ്, എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ നിങ്ങൾ സത്യസന്ധമായിട്ട് പലരും പറഞ്ഞ മടിയാണ്. പക്ഷെ ഇത് മടി എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാകുന്നു? നിങ്ങളുടെ സംസാരം അതാണ്, നിങ്ങളുടെ ഇന്റേണൽ ഡയലോഗ് അത്തരത്തിലുള്ളതാണ്. സോ പീക്ക് പെർഫോമൻസ് നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, പീക്ക് പെർഫോമൻസ് ഉള്ള ഒരാളായിട്ട് നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ ഡയലോഗ് ചേഞ്ച് ചെയ്യണം. വാട്ട് ഈസ് യുവർ ഇന്റേണൽ ഡയലോഗ്? നിങ്ങളുടെ സെൽഫ് ടോക്ക്, നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഇമേജ് എന്താണ്? ഈ മടി എന്ന് പറയുന്നതിന് അടുത്ത വിശദീകരണം അത് പറ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മടി വരുന്നത്? അതെന്ന് പറഞ്ഞേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മടി വരുന്നത്? ഒരാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. എന്താ സമയം കിട്ടാത്തത്? ബാക്കിയുള്ള സമയം എന്താ കിട്ടാത്തത്? എനിക്ക് പലപ്പോഴും സമയം കിട്ടില്ല എന്നുള്ളതാണ് ഇന്റേണൽ ഡയലോഗ്. മനസ്സിലായോ? ബാക്കിയുള്ളവരൊന്ന് കമന്റ് ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മടി? ഒന്ന് കമന്റ് ചെയ്യും.
ജസ്റ്റ് കമൻറ്റ് ചെയ്യണം, നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഓക്കെ, സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ കാലിന് പ്രയാസമുണ്ട്. ഓക്കെ, സുബൈദ മാം പറയുന്നു കാലിന് പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് കാലിന് പെയിന് വരും എന്ന് പറഞ്ഞു അല്ലേ? പെയിൻ വരും കാലിനൊക്കെ എന്ന് പറഞ്ഞു. പിന്നെ കാലിന് പ്രയാസമുണ്ട്. എക്സസൈസ് പ്രയാസമുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുണ്ട്, അതറിയോ? കാലിന് പ്രയാസം ഉണ്ടായിക്കോട്ടെ, എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാകാം. കാലിന് പെയിൻ വരുന്നോ? ഓക്കെ, ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യാം, ആ ലിങ്ക് നിങ്ങളൊന്ന് എടുക്കണം. ഓക്കെ, എന്ന് ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കണം. നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളിവുഡ് നടിയുണ്ട്, പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം ബിപാഷ ബസ് എന്ന് പറയും, വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരി ചെയ്തതാണ്. ഞാൻ അതിപ്പോഴും ഉപയോഗിക്കാറുണ്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് രാവിലെ എന്താ വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കും. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ജസ്റ്റ് കണ്ടിട്ട് ചുമ്മാ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഒരു മ്യൂസിക് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട്, അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. അതൊരു 5 മിനിറ്റ് ചെയ്താൽ തന്നെ നന്നായിട്ട് അങ്ങ് വിയർക്കും. അത് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് 10 മിനിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ആദ്യത്തെ ദിവസം 5 മിനിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി ആദ്യത്തെ ദിവസം. കാരണം അത്രയ്ക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ അയച്ചു തരാം. ഒരു വാമപ്പ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇപ്പം തന്നെ അയച്ചു തരാം. എന്തുകൊണ്ടാണ് നിങ്ങൾ മടി പിടിക്കുന്നു എന്ന് പറഞ്ഞത്? ഓക്കെ, ഞാൻ ആക്ച്വലി കട്ടായി പോയി. നോ, ഐ ആം ബാക്ക്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. സോ പലരുടെയും ഒരു പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ എക്സസൈസ് ചെയ്യാൻ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള സ്റ്റോറീസ് കണ്ടു. അപ്പൊ നിങ്ങളുടെ കാരണങ്ങൾ, ഓക്കെ, വൈഫൈ പ്രോബ്ലം ആവുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ട്. ഐ വിൽ കോൾ യു. ഓക്കെ, പ്രജി മനോജ്. ഓക്കെ, ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് കട്ടായി പോകുന്നുണ്ടോ? എൻ്റെ വൈഫൈ ആണ് ഇഷ്യൂ ഉള്ളത്? കമന്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോണുണ്ട്. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു, അത് വൈഫൈയുടെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇവിടെയുള്ള പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ഉള്ളതായിരിക്കും. ഓക്കെ, പ്രോഗ്രാമിനെ കുറിച്ചാണോ അറിയേണ്ടത് മാമിന്? ഞാൻ വിളിച്ചോളാം സാർ, വിളിച്ചോളാം. നമ്പർ അറിയോ വിളിക്കേണ്ടേ? ഒരു മെന്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വിളിച്ചാൽ മതി, സംസാരിച്ചാൽ മതി. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. നമ്മളുടെ പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന 23rd പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എന്തായാലും കളക്ട് ചെയ്യുക. ഇനി അധികം ഡേറ്റ്സ് ഇല്ല, ഇന്നിപ്പോൾ 20 കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും എന്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. കാരണം അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ്. ഈ ബാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ബാച്ച് വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇതിനിടയിൽ ഒരു അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. 30 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ്. ട്രാൻസ്ഫോർമേഷൻ, അതായത് ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക്. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഇതിലേക്ക് കിടക്കാം വീണ്ടും. സോ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് വരും, നമ്മുടെ ഇന്റേണൽ ഡയലോഗ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ഇന്റേണൽ ഡയലോഗ് ഒരു കാരണവശാലും എന്താവരുത് ബിലോ ആവറേജ് ആൾക്കാരുടെ ഡയലോഗ് ആവരുത്. എന്താണ് ബിലോ ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരുടെ, പീക്ക് പെർഫോമൻസ് അല്ലാത്ത ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവരുടെ മൈൻഡിൽ എപ്പോഴും എക്സ്ക്യൂസുകളുള്ള വാക്കുകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് പറയുന്നത്? അവിടെ കുറച്ചു നേരം കൂടി ഉറങ്ങാം, അത് ആരുടേതാണ്? ആ ഡയലോഗ് ഒരിക്കലും പറയരുത്. അതൊരിക്കലും നിങ്ങളോട് പറയരുത്. കുറച്ചു നേരം കൂടെ ഉറങ്ങാം, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് കൊണ്ടുവരും. നിങ്ങൾ നോക്കിക്കോ,
നിങ്ങൾ അതിലൊരു എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ ഇമേജ് കീപ്പ് ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് ഉദ്ദേശം. നിങ്ങൾ ഇൻസെക്യൂരിറ്റിയാണ്, നിങ്ങൾ ട്രോമ ഉള്ളത് കൊണ്ട് നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ട്രോമ കിട്ടിയത് കൊണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ആ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടായത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാവും, സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല, റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, റെസ്പെക്ട് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഒരുപാട് പരിഹസിക്കപ്പെടുകയോ റെസ്പെക്ട് കിട്ടാതിരിക്കുകയോ സ്നേഹം കിട്ടാതിരിക്കുകയോ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു നല്ല ഇമേജ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. ആ നല്ല ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളവുകൾ പറയും. ആ നല്ല ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ന്യായീകരണങ്ങൾ നടത്തും. ആ സ്വഭാവം നമ്മൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടാവും. നിങ്ങൾ 5 മണിക്ക് എണീക്കുന്നില്ല, എന്തുകൊണ്ട് എണീക്കാത്തെ? അതിനൊരു കാരണം നിങ്ങൾക്ക് പറയാനുണ്ടാവും. കളവാണെന്ന് നിങ്ങൾക്കറിയാം, എന്തിനാ ന്യായീകരിക്കുന്നത്? ഞാൻ എണീറ്റിട്ടില്ല, ഞാൻ എണീക്കാത്തത് കൊണ്ടാണ് എന്ന് റെസ്പോൺസിബിൾ ആയിട്ട് ഏറ്റെടുക്കണം. അല്ല, എനിക്ക് ക്ഷീണമായിരുന്നു, ഞാൻ ഉറങ്ങാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? നിങ്ങൾ ആ സമയത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി ഉറങ്ങണം. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്താ കാര്യങ്ങൾ ചെയ്തിട്ട് ഉറങ്ങിയാലും ഇല്ലെങ്കിലും ആ കറക്റ്റ് സമയത്ത് എണീക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? You have to do it. You cannot tell this lie, because when you are lying to yourself. നിങ്ങൾ നിങ്ങളോടാണ് കളവ് പറയുന്നത്. കുറെ കാലം ആ കളവ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായി മാറും. അതാണ് അത് നിങ്ങളുടെ ബിലീഫായി മാറും. അത് അപകടമാണ്. അത് നിങ്ങളുടെ പാറ്റേൺ ആയിട്ട് മാറും. അത് അപകടമാണ്. അതാണ് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചത്. എത്ര പേർക്ക് മനസ്സിലായവർക്ക് എത്ര പേർക്ക് ഇതിലെ റിയാലിറ്റി, ഇതിന്റെ ഒരു പോയിന്റ് മനസ്സിലായി, ഇതിൽ ഡേഞ്ചർ എന്താന്നുള്ളത്? കമന്റ് മനസ്സിലായവർ എന്ത് ചെയ്യുക? മീ എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. കാരണം ദാറ്റ് ബിക്കംസ് യുവർ റിയാലിറ്റി. അല്ലേ? എനിക്ക് മടിയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കിപ്പോ ഭയങ്കര മടി. ചില ആൾക്കാർ അങ്ങനെ പറയാം, എനിക്ക് ഭയങ്കര മടിയാണ്. അതും കൂടി അങ്ങ് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് പറയുന്നത്. കൂടുതൽ നിങ്ങളത് വിശ്വസിച്ചു. യെസ് ഓർ നോ? നിങ്ങളത് കൂടുതൽ വിശ്വസിച്ചു. കാരണം ഭയങ്കര ഫീൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വിശ്വസിക്കും നിങ്ങൾ. എനിക്ക് വല്ലാത്ത എനിക്കെന്താ പറയുക, ഞാൻ ഒന്നിനും കൊള്ളില്ല. എനിക്കെന്താ പറയുക, എനിക്ക് കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ്. എനിക്ക് എൻ്റെ അപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് എന്തോ ആവുന്നു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. എനിക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു ഇങ്ങനെ പറയുന്നവർ. They use this word again and again. That is a language of a below average performer, not a peak performer. Peak performer ഭാഷയല്ല അത്. അവർ ഉപയോഗിക്കില്ല. They don't talk like that. That's very bad. So stop doing that. അപ്പൊ ഇത് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും? ഞാനിപ്പോ സാറിപ്പോ പറഞ്ഞു നോക്കുമ്പോ എനിക്കിപ്പോ എന്നോട് തീരെ ഇഷ്ടമില്ല. ഇങ്ങനെ വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? I have to take a responsibility and I have to stop it right now. എനിക്കിപ്പോൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാനത് പറയൂല. ഇനി ഞാൻ അങ്ങനെ സംസാരിക്കൂല. ഇനി ഞാൻ എന്നോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഞാൻ പ്രോപ്പറായിട്ട് സംസാരിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. സാർ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സാറിന്റെ ക്ലാസ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ്, കാരണം ഏതായാലും കുറച്ചു നേരം ക്ലാസ് കേട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ യൂട്യൂബിലുള്ള ഒരു ലിങ്കില് സിമ്പിളായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ഉണ്ട്, യോഗ, ഒരു സ്ട്രെച്ചിങ് എക്സസൈസ്. അത് ചെയ്ത് ഇപ്പോൾ ക്ലാസ് കേൾക്കണം എന്ന് തോന്നി കുറച്ചായിട്ട്. അപ്പൊ അങ്ങനെ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് മുമ്പേ തന്നെ ഇടയ്ക്കിടെ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യാതെ ഇങ്ങനെ യോഗ ചെയ്തിരുന്നു. ആ വീഡിയോ സിമ്പിളാണത്. അപ്പം ഇതിന്റെ ഞാനൊരു ടീച്ചറാണ്. അപ്പൊ ഞങ്ങക്ക് ഇന്നലെ ഒരു ഷട്ടിൽ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. ഇത് ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ മാസം വേറെ ഒരു സംഘടനന്റെ ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചു നിന്ന ആളാ. പക്ഷെ ഇന്നലെ പോയിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോ വേദന ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു വേദന ഉണ്ടായില്ല, കൈയിനോ കാലിനോ. കാരണം കഴിഞ്ഞ വർഷം ടൂർണമെന്റിന് ഒരു വർഷത്തിലാണ് നടക്കുക. കഴിഞ്ഞ വർഷം നമുക്ക് എടുത്തിട്ട് ഇന്നലെ പോയി പങ്കെടുത്ത്. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഭയങ്കര ബെനിഫിറ്റാ. ക്ലാസ് കേട്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, കൈയിനും കാലിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന നേരത്ത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ശരീരത്തിൽ എവിടെയും വേദന ഒന്നുമില്ല, കാരണം സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നോണ്ട്. അപ്പൊ സാറിന്റെ ക്ലാസ് കൊണ്ട് 2 ഗുണമാണ് എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ. ഇന്നലെ ട്രോഫി അടിച്ചു കേട്ടോ, റണ്ണേഴ്സായി.
റണ്ണേഴ്സ് ആയി, ട്രോഫി അടിച്ചു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി. എവിടെ സ്ഥലം? ശരിക്കും സാറിന് ഞാൻ മലപ്പുറമാണ്. സാറിന്റെ ക്ലാസ് കൊണ്ടാണ് ശരിക്കും ഈ ക്ലാസ് രാവിലെ കിട്ടുമ്പോ ഒരു എനർജി, ഒരു മോട്ടിവേഷൻ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് മനസ്സിനും ഇങ്ങനെ നമ്മളൊരു ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഡെയിലി എന്തെങ്കിലുമൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന കേൾക്കണം. അത് സാറിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. ഞാൻ ഇപ്പൊ മുമ്പേ ഞാൻ EFT ക്ലാസ്സിൽ റാവിസിൽ വെച്ച് ചെയ്തിരുന്ന ആളാ. പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഇത് ചെയ്യണം, ഇതിലേക്ക് തന്നെ വരണം, തിരിച്ചു വരണം വിചാരിച്ചിട്ട് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് സാറിന്റെ ക്ലാസ്സുകൾ ഇപ്പൊ കുറച്ചായിട്ടുള്ള ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് ഇരിക്കൽ തുടങ്ങി. അതായത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കേൾക്കും. അപ്പൊ പക്ഷെ ഇപ്പൊ സ്ഥിരമായിട്ട് സാറിന്റെ ക്ലാസ് അതിന്റെ കൂടെ ഒരു ഈ സ്ട്രെച്ചിങ്ങും കൂടെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര മാറ്റമാണ് എല്ലാത്തിലും. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പലരും പറഞ്ഞ പോലെ തന്നെ പെരുമാറാനൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. മറ്റേത് നമ്മളിങ്ങനെ ഇറിറ്റേറ്റഡ് ആണ് എപ്പോഴും. മറ്റേ ഇപ്പൊ മൈൻഡ് ഭയങ്കര ഫ്രീയാ മെഡിറ്റേഷനും വെരി ഗുഡ്. ഒക്കെ വരുമ്പോ. താങ്ക് യു സർ. താങ്ക് യു. പേരെന്തായിരുന്നു? പേരെന്താ പറഞ്ഞിരുന്നത് ടീച്ചറുടെ? ഹലോ, ഷാസ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പേരെന്തായിരുന്നു? ഹലോ, ഓക്കെ, കട്ടായി പോയെന്ന് തോന്നുന്നു. എനിവേ, സോ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നോ ഇഷ്യൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ, ഇപ്പൊ ഇവർ ഷെയർ ചെയ്തതുപോലെ നമ്മുടെ ക്ലാസ് കൊണ്ട് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് പലർക്കും ഉണ്ട്. ഐ എം റിയലി ഹാപ്പി. ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കുക, ആവറേജ്, ബിലോ ആവറേജ് പീപ്പിൾ ആൻഡ് പീക്ക് പെർഫോമൻസ്. നമ്മൾ പീക്ക് പെർഫോമൻസ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരുടെ ഇന്റേണൽ ഡയലോഗ് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇന്റേണൽ ഡയലോഗ് ബിലോ ആവറേജ് ആൾക്കാരുടെ ഡയലോഗ് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ശ്രദ്ധിക്കേണ്ട ഒരു ബിലോ ആവറേജ് ആൾക്കാർ എന്തൊക്കെ സംസാരിക്കും? അവർ പറയാൻ എനിക്ക് പറ്റില്ല. അവർ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയും, മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി സംസാരിക്കും, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ട് സംസാരിക്കും. അങ്ങനെ ഒരാളായി മാറി. അങ്ങനെയുള്ള ശീലങ്ങളുള്ള ആൾക്കാരുണ്ട്. പലപ്പോഴും നമുക്കും അത് കിട്ടാറുണ്ട്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. അതങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഡോണ്ട് ടോക്ക് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. അത് നിങ്ങളെ തളർത്തിക്കളയും. അത് നിങ്ങൾക്കൊരു സംസ്കാരം ഉണ്ടാക്കി തരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബിലോ പെർഫോമൻസെ പുറത്തു കൊണ്ടുതരും. സോ സ്റ്റേ ഔട്ട് ഓഫ് ദോസ് കൈൻഡ് ഓഫ് ടോക്സ്. അത് നിങ്ങൾ ഇത്രയും കാലം നടന്ന കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടിയതായിരിക്കാം. നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിത ശൈലിയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നതായിരിക്കാം. ഇത്രയും കാലത്തെ സംഗതിയിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? ട്രോമ മൂലം ഉണ്ടായത്. ട്രോമ മൂലം നിങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കുന്ന, ന്യായീകരിക്കുന്ന ഒരാളായി. ട്രോമ മൂലമാണ് ഇതൊക്കെ അവർക്ക് ഉള്ളത്. ഈ ബിലോ ആവറേജ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താ? അവർക്ക് ട്രോമ മൂലമാണ് അങ്ങനെയായത്. അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള, അതായത് സ്നേഹം കിട്ടാത്തത്, പരിഗണന കിട്ടാത്തത്, റെസ്പെക്ട് കിട്ടാത്തത്, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ ന്യായീകരിക്കുന്നു. ഇവർക്കൊരു സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവർ ഈ എക്സ്ക്യൂസ് പറയുമ്പം എല്ലാവരും എന്ത് ചെയ്യും? ഇവർ ഓക്കെ ശരി, അതുകൊണ്ടാണല്ലോ, അവർ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, അവർക്ക് അത്രയും കഷ്ടപ്പാടുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായി നമുക്കൊരു ന്യായീകരണം നമ്മൾ ന്യായീകരണം പറയുമ്പോൾ മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കിയെന്ന് തോന്നുമ്പോൾ നമുക്കൊരു സ്നേഹം കിട്ടിയതുപോലെ ഫീൽ ചെയ്യും. ആക്ച്വലി സ്നേഹമാണോ? അല്ല. ആക്ച്വലി അത് സ്നേഹമാണോ? അല്ല. ആക്ച്വലി അതൊരു കറക്റ്റ് റെസ്പെക്റ്റ് ആണോ? അല്ല. അത് സിമ്പതിയാണ്. അത് അവരുടെ സിമ്പതിയാണ്. അതൊരു വാല്യൂ ഇല്ലാത്ത സംഗതിയാണ്. നമ്മൾ അതന്നെ കാലാകാലം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും. അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ മനസ്സിലാക്കിയിട്ട് അവർ പറയാൻ തുടങ്ങുന്നത് അയാൾ അങ്ങനെ തന്നെയാണ്, അങ്ങനെ പറയുന്ന ഒരാളാണ്, അയാൾ എക്സ്ക്യൂസ് പറയുന്ന ഒരാളാണ്, അയാൾ ഇങ്ങനെ വാക്ക് പാലിക്കാത്ത ഒരാളാണ്, അയാൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ദാറ്റ്സ് ഹിസ് വേ ഓഫ് ബീയിങ്. അത് അവരുടെ ന്യായീകരണമാണ്. സോ ഡോണ്ട് കം അപ്പ് വിത്ത് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ഫിക്സ് യുവർ ഇഷ്യൂസ്. ടോക്ക് ഇൻ ദ റൈറ്റ് വേ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചേഞ്ച് യുവർ ഇന്റേണൽ ലാംഗ്വേജ്, ചേഞ്ച് യുവർ ലൈഫ്. ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു തീരുമാനം എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ആ മെസ്സേജ് ഞാൻ ആ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ യോഗ, യൂട്യൂബിലൊക്കെ ഒരുപാട് യോഗ ക്ലാസ്സസ് ഉണ്ട്, അതുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ആദ്യത്തെ ദിവസം തന്നെ കയറിയിട്ട് എന്ത് ചെയ്യരുത്? 20 മിനിറ്റ് ഒന്നും ഒറ്റയടിക്ക് ചെയ്യരുത്. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5 മിനിറ്റ് ആദ്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സോ ഞാനതൊന്ന് ഷെയർ ചെയ്യാം.
ഞാനിവിടെ സ്ഥിരമായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണത്. ലിങ്കും ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവർ മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കേണ്ട. വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. പറ്റുന്നവർ ഉപയോഗിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അതിൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ധരിച്ചിരിക്കുന്ന വസ്ത്രധാരണ രീതി ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ അതൊക്കെ ജിം ആ ഒരു വർക്കൗട്ട് ആ രീതിയിലാണ്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ എക്സസൈസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ കൂടുതൽ ആഴത്തിൽ കയറി വെറുതെ അത്തരത്തിലുള്ള അനാവശ്യമായ ചിന്തകളൊന്നും കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ ദ ജസ്റ്റ് വർക്ക്ഔട്ട് ആൻഡ് ഡു ഇറ്റ്. ഞാനിവിടെ എന്ത് ചെയ്യാം, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ചാറ്റിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച്. See you tomorrow. നാളെ കാണാം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ ന്യൂ ഇയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. Thank you so മോർണിംഗ് much. ആൾ. ഗുഡ് മോർണിംഗ്. Thank you, താങ്ക് യു. sir. Thank you so much. Thank you, sir. താങ്ക് യു താങ്ക് യു. Thank you. താങ്ക് യു.